തിരുവനന്തപുരത്ത് പെട്ടുപോയ പോർ വിമാനം നന്നാക്കാൻ ബ്രിട്ടീഷ് സംഘമെത്തി. വിദഗ്ധരുമായുള്ള ബ്രിട്ടീഷ് വിമാനം അറ്റ്ലസ് ZM417 തിരുവനന്തപുരത്ത് അല്പസമയം മുൻപ് പറന്നിറങ്ങി. ജിബിൻ JB വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജിബിൻ, നമുക്കറിയേണ്ടത് ഈ തകരാർ പരിഹരിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ പാക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരുമോ എന്നാണ്. ആര്യ, ഏകദേശം 12:46 കൂടിയാണ് ബ്രിട്ടന്റെ സൈനിക വിമാനമായിട്ടുള്ള അറ്റ്ലസ് ZM417 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്തിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ സൈനിക വിമാനത്തിൽ 25 അംഗ സംഘമാണുള്ളത്, വിദഗ്ധ സംഘമാണുള്ളത്. ഈ സാങ്കേതിക തകരാർ പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ കൂടി ഈ അറ്റ്ലസ് വഹിക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. എന്തായാലും നിലവിൽ അവർ എത്തിയിരിക്കുന്ന ഈ വിമാനത്തിൽ തന്നെ തുടരുകയാണ്. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് പോവുക. ഈ നിലവിൽ ഈ കഴിഞ്ഞ 20 ദിവസമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുടരുന്ന F-35B ഇപ്പോൾ ഉള്ളത് വിമാനത്താവളത്തിന്റെ അതീവ സുരക്ഷാ മേഖലയിലാണ്. അവിടെ നിന്ന് ഈ സംഘം കൂടി ഇങ്ങോട്ടേക്ക് എത്തിയതിനു ശേഷം ഈ വിമാനം ഹാങ്ങറിലേക്ക് മാറ്റും. ഹാങ്ങറിലേക്ക് മാറ്റിയ ശേഷമായിരിക്കും വിമാനത്തിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണ് എന്ന് കണ്ടുപിടിക്കാനുള്ള പ്രാഥമിക നടപടികൾ ആരംഭിക്കുക. കാരണം ആദ്യഘട്ടത്തിൽ ഈ വിമാനത്തിന്റെ ഇന്ധനം തീരാറായി എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അന്ന് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. പക്ഷേ ഈ വിമാനം ഇന്ധനം നിറച്ചതിന് ശേഷം വിമാനത്തിന് ഇവിടെ നിന്ന് ഉയർന്ന പൊങ്ങാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. അതിനുശേഷമാണ് ഇതിന് സാങ്കേതിക തകരാർ ഉണ്ട് എന്നുള്ള ഒരു കാര്യം കണ്ടെത്തിയത്. പക്ഷേ എന്താണ് ഇതിന്റെ ഈ സാങ്കേതിക തകരാർ എന്നുള്ള ഒരു കാര്യം ഇതുവരെയും പൂർണ്ണമായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം ഒരു ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് 25 പേരടങ്ങുന്ന വിദഗ്ധ സംഘം എത്തിയിരിക്കുന്നത്. ഇതിൽ ബ്രിട്ടന്റെ ഈ വിമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെക്കാനിക്കൽ സെക്ഷന്റെയും മറ്റ് ടെക്നിക്കൽ സെക്ഷന്റെയും എല്ലാം തന്നെ വിദഗ്ധരുണ്ട്. അതുകൊണ്ട് 25 പേരടങ്ങുന്ന സംഘം ഇത് വിശദമായി പഠിക്കും. അതിനുശേഷമായിരിക്കും ഇവരുടെ അറ്റകുറ്റപ്പണികൾ ഈ ഹാങ്ങറിൽ വെച്ച് ആരംഭിക്കുക. അതിനുശേഷം ഈ വിമാനവുമായി തിരിച്ച് പോകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഇവർ ഈ എത്തിയിരിക്കുന്ന 25 പേരടങ്ങുന്ന സംഘം അത് എന്തായാലും വിവരങ്ങൾ നൽകിയത്. ഈ കാണുന്ന വിമാനം അത് F-35 പറന്നുയരുമോ അതോ പാക്ക് ചെയ്യേണ്ടി വരുമോ എന്നുള്ളത് നമുക്ക് ഉടൻ തന്നെ അറിയാം.